ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പൊ നമുക്ക് ഇന്നൊരു കോണാച്ച ഒരു അപരാധം വീഡിയോയിലോട്ട് പോകാം ഗൈസ്. സീരിയസ്ലി കുട്ടികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് മാറിയിരിക്കുക. എനിക്കതാണ് ആദ്യമേ പറയാനുള്ളത്. കാര്യം സബ്ജക്റ്റ് ഈസ് രേണുസുതി. വൃത്തികെട്ട കണ്ടന്റ്. ഷഫീന ബീബി പുള്ളിക്കാരത്തി രേണുസുതിയുടെ 1-2 ചാറ്റ് പുള്ളിക്കാരത്തിന്റെ ലേറ്റസ്റ്റ് വീഡിയോയിലൂടെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ചാറ്റിന്റെ ക്രെഡിബിലിറ്റി എത്രമാത്രം ഉണ്ടോ നമുക്കൊന്നറിയില്ല. പക്ഷെ പുള്ളിക്കാരത്തി ഇത് ഒറിജിനൽ ആണ്, ഇതിനേക്കാളും വലുത് കയ്യിലിരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോയ്ക്കകത്ത് സംസാരിച്ചു വെക്കുന്നത്. ഈ യൂണിവേഴ്സ് ഭയങ്കരമായിട്ട് വളർന്ന് കുറേ ആളുകൾ ഇതിനകത്തോട്ട് എൻട്രി ആയിട്ടുണ്ടായിരുന്നു. ഞാനിത് അധികം ഫോളോ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് പുറമേ നിന്ന് കണ്ടിട്ടുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ. ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനകത്ത് വേറെ കരീഷ്മയോ സുസൂക്കിയോ ആരണ്ടൊക്കെ ഉണ്ടേ. അതിനകത്ത് ഇരിക്കുന്ന മറ്റേ പിങ്ക് പോലീസ് ആണെന്ന് തോന്നുന്നു കരീഷ്മ. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഷഫീന ബീബിയുടെ ചാനൽ പോയി കാണുക. നമ്മൾ പുറത്തു നിന്ന് ഇങ്ങനെ കാണുന്ന ആളുകളാണ് നമ്മൾ. ഇതിനകത്തോട്ട് മുങ്ങി തപ്പാനും വലിയ താല്പര്യമില്ല. അപ്പൊ എന്താണെങ്കിലും ഷഫീന ബീബി പുറത്തുവിട്ട ചാറ്റ് ഞാനൊന്ന് കാണിക്കാം. ഇതാണ് ചാറ്റ്. മറ്റേതോ ഒരു വ്യക്തിയുമായിട്ട് രേണുസുതി നടത്തുന്ന ചാറ്റാണ്. പുള്ളിക്കാരത്തിയുടെ ഒറിജിനൽ അക്കൗണ്ടിൽ നിന്നാണ് ഈ ഒരു ചാറ്റ് പോയേക്കുന്നത്. ഇതിനെപ്പറ്റി നമ്മുടെ ഷഫീന ബീബി പറയുന്ന കാര്യം നോക്കാം. ഇതിനകത്ത് എന്താണ് പറയണത്? ആള് UK നാട്ടിലെത്തുമ്പോൾ കാണാൻ താല്പര്യമുണ്ട്. അതിന്റെ റേറ്റ് എത്രയാണ്? അപ്പൊ റേറ്റ് ഡിസ്കസ് ചെയ്യുന്നത് ആരാ? കരിസ്മയാ. ആരാ ഇപ്പൊ കരിസ്മ? മാനേജരാ. അപ്പോ മാനേജർ ത്രൂ നടക്കുന്ന ഇത്തരം കോണ്ടാക്ട്സ് പുള്ളിക്കാരത്തേക്ക് ഉണ്ടല്ലോ. ചാറ്റ് ഞാനൊന്ന് വെക്കാം ഗൈസ്. ഇതിനകത്ത് ഏതോ ഒരു വ്യക്തി രേണുവിൻ്റെ അടുത്ത് ചോദിക്കുന്നു, ഞാൻ നാട്ടിൽ വരുന്നുണ്ട്, ഡയറക്റ്റ് മീറ്റ് ഓക്കെ ആണോ? ഡയറക്റ്റ് മീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. അപ്പോൾ അവിടുന്ന് റിപ്ലൈ വരുന്നുണ്ട്, ആക്കാം, ഐ ആം ഇൻ UK. കാർ ഇത്ര ഗതികേടോടെ എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ അടിയിൽ ഹൗ മച്ച് വിൽ യു സജസ്റ്റ് എന്നും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഏതോ ഡയറക്റ്റ് മീറ്റിന് എത്രയാകും എന്നും പറഞ്ഞില്ല. ഡയറക്റ്റ് മീറ്റ് ചെയ്യാൻ പൈസ ഒക്കെ കൊടുക്കണം. അപ്പം ഏത് തരത്തിലുള്ള മീറ്റാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ പറയുന്നു, പ്ലീസ് കോണ്ടാക്ട് മൈ മാനേജർ. രേണു ചേച്ചിയുടെ സബ്സ്ക്രൈബർ ആണെന്ന് ബാക്കിയുള്ള മൂടിക്കാണുന്ന കാലിൻ്റെയൊക്കെ പോസ്റ്റിന് വന്ന് റിപ്ലൈ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എത്രയാണ് റേറ്റ് എന്ന് ചോദിച്ച സമയത്ത് മാനേജറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പം ഇത് എത്തരത്തിലുള്ള ഒരു ചാറ്റാണ്, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അരിയാഹാരം തിന്നുന്ന നമ്മളെപ്പോലുള്ള മലയാളികൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഇതിനകത്ത് ഈ ചാറ്റിന് ഒരു ക്രെഡിബിലിറ്റി ഇല്ല. ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ ഒരു ചാറ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്, അല്ലേ? സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. എത്രയോ ഇതുപോലുള്ള ചാറ്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് കണ്ടിട്ടുണ്ട്. പല ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വന്ന പല വ്യക്തികളുമുണ്ട്. അന്നേരം ഇപ്പോഴത്തെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇതിനെ പറ്റിയും നമ്മുടെ ഷഫീന ബീബി സംസാരിക്കുന്നുണ്ട്. പുള്ളിക്കാരത്തി പറയുന്ന കാര്യം കേൾക്കാം. ഇതിവിടെ പബ്ലിഷ് ചെയ്യുന്നതിന്റെ ഒരു റീസൺ പലരും ചോദിച്ച കാര്യമാണ്, എന്താണ് നിങ്ങളുടെ എന്ത് തെളിവാണ് ഉള്ളതെന്ന്. ഇതിനേക്കാൾ തെളിവുകൾ ഉണ്ട്. അതൊന്നും എനിക്ക് പബ്ലിഷ് ചെയ്യാൻ എൻ്റെ ചാനലിന് പ്രോബ്ലം വരും. കാരണം അറിയാലോ, ന്യൂഡിറ്റി ഒന്നും പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. ഞാൻ അതൊന്നും ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കൂല. എൻ്റെ കയ്യിലുള്ളത് എൻ്റെ കയ്യിൽ തന്നെ ഭദ്രമായിട്ടിരിക്കും. അത് ഞാൻ ക്ലൗഡിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സച്ച് ഇൻ കേസ് എന്തെങ്കിലും ഒരു ആവശ്യം വരണമെങ്കിൽ പോലീസിനൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഞാൻ ക്ലൗഡിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരത്തി പറയുന്നത് വെച്ചിട്ട് ഇത് മാത്രമല്ല, ഇനിയും ഐറ്റംസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ക്ലൗഡിലെ സാധനം സേവ്ഡ് ആണെന്നും പറയുന്നു. അപ്പം ഷഫീനത്തയെ വിശ്വസിക്കാൻ ഗൈസ് ഒരു കാര്യമില്ലാതെ വന്നിരുന്ന് ഇങ്ങനെ പറയത്തില്ലല്ലോ. മറ്റൊരു കാര്യം, ഇത് കാണുന്ന നിങ്ങൾ വേണമെങ്കിൽ നമ്മളോട് ചോദിക്കാം, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് അല്ലേ, അവരെങ്ങനെ നടന്നാൽ എന്താ, നിനക്ക് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കുള്ള ഒരു മറുപടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം തുടങ്ങിയത് എവിടുന്നാണ് അത് മാത്രം ആലോചിച്ചാൽ മതി. ഈ ഒരു സാധനത്തിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങിയത്. ലക്ഷ്മി മറ്റേ പെർഫ്യൂം കൊണ്ട് കൊടുക്കുന്നു. ലക്ഷ്മി, അച്ഛൻ തിരിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല, പക്ഷെ അച്ഛൻ്റെ മണം ഞാൻ തിരിച്ചു കൊടുക്കുന്നുണ്ട്, ഇത് തീരുമ്പോൾ ഞാൻ അടുത്തതുണ്ടാക്കും എന്നും പറഞ്ഞ് അങ്ങനെ ഒരു പെർഫ്യൂമിൽ തുടങ്ങിയ ഒരു സംഭവമാണ് ഈ ഐറ്റം. അവിടെ നിന്നാണ് ഇത് വേറെ ലെവലിലോട്ട് പോകുന്നത്. അതിന് മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. കൊല്ലസൂതി ആക്സിഡന്റിൽ മരിക്കുന്നു, പിന്നെ അവിടെ നിന്നൊരു സഹതാപ തരംഗം ഉണ്ടാകുന്നു. ഒരുപാട് ആളുകൾ ഡൊണേഷൻ ആയിട്ടും സഹായങ്ങളായിട്ട് വരുന്നു, ഒരുപാട് പൈസ വരുന്നു, വീട് വെക്കുന്നു. കൊടുത്തവർക്ക് എല്ലാവർക്കും പിന്നീട് ആട്ടും സൂപ്പ് കൊടുത്തത് നമ്മൾ കണ്ടതാണ്. വീട്ടിൽ വിളിച്ചു വരുത്തി ആട്ടും സൂപ്പ് കൊടുത്തിട്ടുണ്ട്. ആട്ടും തുപ്പ് ഒരു കലാകാരനും കിട്ടാത്ത
അക്സെപ്റ്റൻസ് ആണ് മരിച്ചതിന് ശേഷം കൊല്ലം സുധിയുടെ വീട്ടുകാർക്ക് കിട്ടിയത്. അത് നല്ല രീതിയിൽ മുതലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. മരിച്ചുപോയ കൊല്ലം സുധിയുടെ പേരിൽ ഫേമസ് ആയ വ്യക്തിയാണ് രേണു സുധി. മരിച്ചതിന് ശേഷമാണ് കൊല്ലം സുധി ലോകോടായിപ്പാണെന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തോട്ട് വന്നതും അങ്ങനെ എക്സ്പോസ് ആയതും. അത് വേറൊരു വശം അതിൻ്റെത്, അതവിടെ നിൽക്കട്ടെ. എന്നാൽ പോലും അങ്ങനെ ഒരു മനുഷ്യന്റെ പേര് ഫേമസ് ആയ ഒരു വ്യക്തി കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇമാതിരി പരിപാടിക്കൊക്കെ പോകുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറും നാണം കെട്ട ഏർപ്പാടല്ലയോടെ. കാശുണ്ടാക്കാന്ന് തന്നെ പറയും. കാര്യം എന്താണെന്ന് വെച്ചാൽ രേണു സുധിക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. നമ്മൾ എത്ര കൊല്ലങ്ങളായിട്ട് രേണു സുധിയെ ലൈംലൈറ്റ് നിൽക്കുന്നത് കാണുന്നു. രേണു സുധിക്ക് എപ്പോഴും വർക്കുള്ളതാണ്. ഷോർട്ട് ഫിലിമിന്റെ വർക്ക്, ആൽബത്തിന്റെ വർക്ക്, അതാണ്ട് ഇപ്പം ബിഗ് ബോസിൽ പോയതിനു ശേഷം വന്നപ്പോഴത്തേക്ക് ഗൾഫ് രാജ്യങ്ങളിൽ വരെ വർക്ക്. അപ്പൊ ഇത്രയും പ്രോഗ്രാംസിനൊക്കെ പങ്കെടുക്കുന്ന രേണു സുധി നല്ല ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഗതികേട് കൊണ്ടല്ല ഇങ്ങനെ ഒരു പരിപാടിക്ക് പോകുന്നതെന്ന് നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, എന്തുകൊണ്ട് ഇവർക്ക് മാത്രം വർക്ക് കിട്ടുന്നു? ഓക്കെ, അങ്ങനെ ഒന്ന് ഇൻഡെപ്ത് ആയിട്ട് ആലോചിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ടായിരുന്നോ ഇവർക്ക് മാത്രം എപ്പോഴും വർക്ക് കിട്ടുന്നത് എന്നും കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സീരിയസ്ലി കുറെ കഥകൾ നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. ഇതൊന്നും വന്ന് ആരും പുറത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ വീഡിയോ ചെയ്യുന്ന രേണു സുധിക്കെതിരെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന യൂട്യൂബേഴ്സിന് ഒരുപ്പെട്ട എല്ലാവരും പല നാറിയ കഥകൾ, ഇതൊന്നും അല്ല ഇപ്പൊ ഈ പുറത്തൊന്നുമല്ല, ഇതിനേക്കാളും നാറിയ കഥകൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തർ പറഞ്ഞ് അറിഞ്ഞ കാര്യങ്ങളായതുകൊണ്ടും അതിനൊരു വ്യക്തമായ പ്രൂഫ് ഇല്ലാത്തത് കൊണ്ടൊക്കെ തന്നെയാണ് അത് പുറത്തോട്ടൊന്നും വരാത്തത്. പിന്നീട് വെറും നാറിയ കഥകളാണ് നമുക്ക് വന്നിരുന്ന് പറയാൻ നമുക്ക് തന്നെ ഉളുപ്പ് തോന്നും. അതുകൊണ്ട് ഞാനും കുറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, അതൊന്നും അന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വരുമ്പോഴത്തേക്ക് അന്ന് കേട്ട കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. ഇവർക്ക് ഇച്ചിരിയെങ്കിലും ഒരു അന്തസ് ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അയ്യേ, ഒരു ഗതികേട് കൊണ്ട് ഒരു സ്ത്രീ ഈ രീതിയിലൊക്കെ ബിഹേവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓക്കെ അവരുടെ ഗതികേട് കൊണ്ടാണെന്ന് പറയാം. ഇത് ഗതികേടൊന്നും അല്ലല്ലോ. സബ്സ്ക്രിപ്ഷൻ തുടങ്ങി, സബ്സ്ക്രിപ്ഷനകത്ത് കിടന്ന് എന്തൊക്കെയാ കാട്ടുന്നത്. അയ്യോ, സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയപ്പോൾ തന്നെ കാര്യം ഇനി ഏതാണ്ട് മനസ്സിലായി എന്തിനാണ് ഇത് സബ്സ്ക്രിപ്ഷൻ വെച്ചേക്കുന്നതെന്ന്. കുറെ കാലം മുമ്പ് ഹനാൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹനാൻ പറഞ്ഞൊരു വോയിസ് അവിടെ വെക്കാം. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് മറ്റേ എന്താ പറയാ ഒരു പയ്യനായിട്ട് അവിടെ ബന്ധമുണ്ടായിരുന്നു നാട്ടില്. ഈ സുധി ഉള്ളപ്പോഴാണോ സുധി മരിച്ചപ്പോഴാണ്? ഉള്ളപ്പോഴും ഉണ്ടായിരുന്നു. ശരി. ഉള്ളപ്പോഴും ഈ സുജിയുടെ അറിയാണ്ട് ഇവൾക്ക് 1-2 റിലേഷൻ ഉണ്ടായിരുന്നു. അത് ഇവള് സംസാരിച്ചപ്പോ തന്നെ ഇവളുടെ വായിന്ന് വന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ ഒരാളെ സ്വഭാവം എന്താണെന്ന് അറിയാൻ വേണ്ടി നടക്കില്ല, ഒന്ന് ഇട്ട് നോക്കില്ലേ? അപ്പൊ ആ ഒരു രീതിയിൽ എന്റെ ഭാഗത്ത് നിന്ന് ചില സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നു. എന്താണ് സുജിയായിട്ടുള്ളപ്പോഴും നിനക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നു? ആ രീതിയിൽ വെറുതെ ചോദിക്കില്ലേ, നമ്മൾ ഫ്രണ്ട്സ് തമ്മിൽ ചോദിക്കില്ലേ? മൊത്തം വെക്കാൻ നിൽക്കുന്നില്ല. അപ്പം ഇത് ഹനാൻ പറഞ്ഞ കാര്യമാണ്. ഹനാന്റെ അടുത്ത് മറ്റേ ഹനാന്റെ അറിയാലോ, ബിഗ് ബോസിൽ വന്നിട്ട് പോയ പണ്ടില്ല മീൻ കച്ചവടം നടത്തി ഫേമസ് ആയ ഹനാൻ, ആ പെങ്കൊച്ച് വന്ന് രേണുവിനെ പറ്റി പറഞ്ഞതാണ്. ഇതൊക്കെ അന്ന് കേട്ട് വിട്ടതല്ലാതെ നമ്മളൊന്നും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് കൊല്ലം സുധി ഉള്ള സമയത്തുള്ള കാര്യമാണ്. അപ്പൊ ഈ പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന് പറയുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. വേറെ വീഡിയോ കാണിക്കാം. കാലിന്റെ വീഡിയോസ് ഇടി ചേച്ചി തന്നെയാണ് എന്റെ ഇഷ്ടപ്പെടുന്നവര് പറഞ്ഞത്. കാലിന്റെ വീഡിയോ, രേണുവിന്റെ കാലിന്റെ വീഡിയോ കാണാതെ ഇവിടെ ആരാധകർക്ക് ഉറക്കം വരുന്നില്ല. കാലിന്റെ വീഡിയോ ഇടി ചേച്ചി എന്ന് പറഞ്ഞിട്ട് നേരത്തെ ചാറ്റ് എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞ ഒരു കാര്യം മനസ്സിലാവും. ദാ കിടക്കുന്ന 2 കാൽ. അതുകൊണ്ടായിരിക്കും ആരാധകർ പറഞ്ഞു കാലിട്ടു കൊടുക്കുന്നുണ്ടോ അവർക്ക് കാലിന്റെ വീഡിയോ? തീർച്ചയായിട്ടും അത് ചില വ്ളോഗേഴ്സ് ഇടുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അതെ, തീർച്ചയായിട്ടും കാലിന്റെ വീഡിയോസ് ഇടുന്നതാണ്. എക്സ്ക്ലൂസീവ് കാല് കാണണമെങ്കിൽ രേണുവിന്റെ സബ്സ്ക്രിപ്ഷനിൽ പോകണം എന്ന് മാത്രം. ഒരു സ്ത്രീ എത്രമാത്രം തരം താഴാവോ അത്രമാത്രം തരം താഴ്ന്നിട്ടാണ് രേണു പോയിക്കൊണ്ടിരിക്കുന്നത്. സീരിയസ്ലി, സ്വന്തമായിട്ട് ഒരു കഴിവുമില്ലാതെ ഒരു വ്യക്തിയുടെ മരണം മൂലം ഫേമസ് ആയി വന്നിട്ട് ഇത്രയും അധപ്പതിച്ച ഒരു സ്ത്രീ വേറെ കാണത്തില്ല. പണ്ട് ഇവരെ സഹായിച്ച ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വല്ല പൈസ വേണമെങ്കിൽ ഇപ്പൊ ഒന്ന് ചോദിച്ചോ, എനിക്ക് പൈസ ഇപ്പൊ ഉണ്ട്. പണ്ട് സഹായിച്ചവരൊക്കെ ബ്ലൂഞ്ചി തെറ്റി ഇരിക്കുമായിരിക്കും. എന്തിന്റെ കേടായിരുന്നു എനിക്കെന്ന് ഓർത്ത്. ചേച്ചിയുടെ ബിസിനസ് ഒക്കെ ഹെവി ബിസിനസ് അടേ, ഇന്ത്യ ഔട്ട്സൈഡ് ഇന്ത്യ കംപ്ലീറ്റ്, എൻജിൻ ഔട്ട് കംപ്ലീറ്റ്ലി. ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്ന പല സ്ത്രീകളുടെയും ഉദ്ദേശം ഇതൊക്കെ തന്നെയാണ്. ആദ്യം സബ്സ്ക്രിപ്ഷൻ രീതി തുടങ്ങും, അത് അവരൊരു അഡ്വർടൈസിങ് ടൂളായിട്ടാണ് കൂട്ടുന്നത്. മറ്റേ പർപ്പിൾ എന്ന് പറഞ്ഞ ഒരു സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഈ സബ്സ്ക്രിപ്ഷനെ പറ്റി ഫേസ്ബുക്കിൽ ഭയങ്കര ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ ഒരുത്തന്റെ സബ്സ്ക്രിപ്ഷൻ എക്സ്പീരിയൻസിനെ പറ്റി വളരെ അധികം എക്സ്പ്ലെയിൻ ചെയ്തൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചുരുക്കി എന്ന് പറയാം. ഇവനൊരു കോണ്ടന്റ് ക്രിയേറ്ററിനെ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നു. മറ്റേ ഇക്ലി ഫോട്ടോസിന് വേണ്ടിയിട്ട്, ഇക്ലി ഫോട്ടോസ് ആൻഡ് വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നു. ഇവൻ ഇത് കണ്ട് ഇവന് ഈ സബ്സ്ക്രിപ്ഷനിൽ നിൽക്കാത്ത രീതിയിൽ പൂതി കൂടുതൽ കാണണം എന്നുള്ള രീതിയിൽ. ഇൻസ്റ്റാഗ്രാമിനകത്ത് ഒരു പരിമിതി ഉണ്ട് എക്സ്പോസ് ചെയ്യുന്നതിന്. അത്ര ഇവൻ എന്ത് ചെയ്ത്, ഇവർക്ക് മെസ്സേജ് അയക്കാനുള്ള വകുപ്പുണ്ട്, ഇവൻ പോയി മെസ്സേജ് അയച്ചു സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട്. അങ്ങനെ അവർ മെസ്സേജിന് റിപ്ലൈ കൊടുത്തിട്ട് പറഞ്ഞ് ഞാനൊരു പേയ്മെന്റ് പറയും, ആ പേയ്മെന്റ് നിനക്ക് ഓക്കെ ആണെങ്കിൽ ഞാനൊരു 6 മാസത്തേക്ക് നിനക്ക് എല്ലാ ദിവസവും
പ്രൈവറ്റ് ആയിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇടാൻ പറ്റാത്ത തരത്തിലുള്ള ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഇട്ട് തരാം എന്ന്. അതിൻ്റെ ഇവിടെ ചാറ്റിങ്ങും ഉണ്ട്, സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ചാറ്റിങ്ങും ഉണ്ട്. ആൻഡ് ഈവൻ ബാർഗെയിൻ ഒക്കെ ചെയ്ത് എന്തോ 10-25,000 രൂപയ്ക്ക് എങ്ങാണ്ടാണ് ഈ ഒരു സംഭവം ഒപ്പിക്കുന്നത്. 25,000 രൂപയ്ക്ക് ഇവിടെ മറ്റേ പ്രൈവറ്റ് സബ്സ്ക്രിപ്ഷൻ ഒപ്പിച്ചൊന്ന് ടെലിഗ്രാം ചാനലിനെങ്ങാണ്ടാണ് ഈ ഒരു പരിപാടി പോകുന്നത്. അങ്ങനെ സബ്സ്ക്രിപ്ഷൻ മേടിച്ചു, ഇവന് ഫോട്ടോസ് വരാൻ തുടങ്ങി, നല്ല രീതിയിലുള്ള സൂചിപ്പിക്കുന്ന തരത്തിലുള്ള കമ്പി ചാറ്റുകൾ ഇവൾ ചെയ്യാൻ തുടങ്ങി. പൈസ മേടിച്ചിട്ടുള്ള പരിപാടിയാണ്, ഇവന് സന്തോഷം. അത് കഴിഞ്ഞ് പിന്നീട് ഇവളെ സബ്സ്ക്രൈബ് ചെയ്ത വേറെ 1-2 ആളുകൾ എങ്ങനെയോ കോണ്ടാക്ട് ചെയ്തു. അപ്പോഴാണ് മനസ്സിലായത് ഇവൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി അവളല്ല, മെസ്സേജ് മാത്രമല്ലേ ഉള്ളൂ. അവിടെ ഹസ്ബൻഡ് ആയിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹസ്ബൻഡ് അവനൊരാണാണ്, അവനാണ് ഇത്രയും നാൾ ഇവന്റെ ഇരുന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത്. മറ്റവന്മാർ ഇത് എങ്ങനെയോ അറിഞ്ഞ് അവന്മാര് പോയി ഇത് ചോദിച്ച സമയത്ത് ഈ സബ്സ്ക്രിപ്ഷൻ മേടിച്ചവന്മാരെ ബ്ലോക്ക് ചെയ്തിട്ട് പോയി. പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കാനൊന്നും പറ്റത്തൊന്നും ഇല്ലല്ലോ. അവള് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്ത് പോയി. കാരണം എനിക്ക് തുണി അയക്കുന്ന ഫോട്ടോ അയച്ചു തരാമെന്നും പറഞ്ഞ് എന്നെ പറ്റിച്ചു എന്നും പറഞ്ഞ് കൊണ്ട് കേസ് കൊടുക്കാൻ പറ്റത്തില്ല. അവന്മാരുടെ പൈസ പോയി. യവൻ എന്ത് ചെയ്ത്, ഇവൻ ഒരു സംശയം തോന്നാത്ത രീതിയിൽ ഇത് അറിഞ്ഞിട്ടും ലവന്റെ ചാറ്റ് ഇരുന്ന് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നു. കാര്യം എന്താ, യവൻ ഇത് ഉടായിപ്പാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെയിലി ഉള്ള ഈ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് അതും കൂടെ ഇല്ലാതാവും. എന്തായാലും പൈസ കൊടുത്തില്ലയോ, കുറച്ച് നാള് ഇത് സബ്സ്ക്രിപ്ഷൻ പാക്ക് തീരുന്നത് വരെ ഇത് പിന്തുടരാം എന്നുള്ള രീതിയിൽ അവിടെ ഹസ്ബൻഡുമായിട്ട് അവൻ ചാറ്റ് ചെയ്ത്. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഒരു സംശയം കൊടുക്കാത്ത രീതിയിൽ. അല്ലെങ്കിൽ മറ്റന്മാരുടെ കൂട്ട് ഇവനെയും ബ്ലോക്ക് ചെയ്തിട്ട് പോകും. അതാ പറഞ്ഞത്, ഇതുപോലുള്ള മുതുമൂത്ത കടിയന്മാരുണ്ട്. ഈ കടിയന്മാരാണ് ഇങ്ങനെയുള്ള ആളുകളെ കോണ്ടാക്ട് ചെയ്യുന്നത്. റിയൽ മീറ്റിന് താല്പര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരാണ് ഇവരുടെ അന്നം എന്ന് പറയുന്നത്. ഒന്ന് തുണി ഊരി കാണാൻ വേണ്ടിയിട്ട് എത്ര കൊടുക്കാനും തയ്യാറായി നിൽക്കുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടു. ഒരു AI ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു വുമണിന്റെ ഒരു ഇൻസ്റ്റാഗ്രാം ID തുടങ്ങി. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫോട്ടോസാണ് അപ്ലോഡ് ചെയ്യുന്നത്, വീഡിയോസ് ഉണ്ട്. എന്നിട്ട് അതിനകത്തൊരു സബ്സ്ക്രിപ്ഷൻ പ്ലാനും തുടങ്ങി. സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സാധനം കിട്ടും. AI ജനറേറ്റഡ് ആണെന്ന് ഓർക്കണം. ഏതാണ്ട് 390 രൂപ വെച്ചിട്ടാണ് ഒരാളുടെ കയ്യിൽ നിന്ന് പേ ചെയ്തത്. ഈ സാധനം ഏതാണ്ട് 400ഓളം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. 390 × 400 നോക്കുമ്പോൾ തന്നെ ഏതാണ്ട് 1.5 ലക്ഷം രൂപ അടുത്ത് സബ്സ്ക്രിപ്ഷനായി, പൈസയായി. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏതോ ഒരുത്തൻ ഒരു AI വെച്ചിട്ട് അതിന്റെ എക്സ്ക്ലൂസീവ് തുടങ്ങി വീട്ടിലിരുന്ന് 1.5 ലക്ഷം രൂപ ഉണ്ടാക്കുകയാണ് ആളുകളെ പറ്റിച്ച്. അതാ പറഞ്ഞ AI ആണെന്ന് പോലും മനസ്സിലാവാതെ തുണി ഉരിഞ്ഞ് കാണിച്ച് അവിടെ കൊണ്ടുപോയി പൈസ കൊടുക്കുന്ന ആളുകളുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്, ഒരു വിഭാഗം ആളുകളുണ്ട്. കുറച്ചു പേര് രേണുസുതി വന്നിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ, ചേച്ചി കാല് കാണിക്കെന്നും പറഞ്ഞ് രേണുസുതി ഇഷ്ടപ്പെടുന്ന ആളുകൾ വന്നിരുന്നിട്ട് പറയുകയാണെന്ന്. രേണുസുതി ഇഷ്ടപ്പെടുന്ന ഒരാളും വന്നിട്ട് ചേച്ചി കാല് കാണണം എന്ന് പറയത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആ കാറ്റഗറിപ്പെട്ട ആളുകൾ, ഞരമ്പന്മാർ, അവന്മാരാണ് വന്നിരുന്ന് പറയുന്നത്. അപ്പൊ രേണുസുതി തന്നെ അഡ്മിറ്റ് ചെയ്യാണ്, രേണുസുതിയെ ഫോളോ ചെയ്യുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആൾക്കാരാണ്, അവരെയാണ് രേണുസുതി ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവര് പറഞ്ഞ എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് വില്ലിങ് ആണെന്ന് ദാണ്ട ഈ ചാറ്റ് സാക്ഷി. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും വന്നിട്ട് തുണി അഴിച്ച് അവര് ഒരു പടക്കമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സബ്സ്ക്രിപ്ഷൻ പൈസ മേടിക്കുന്ന, അല്ലെങ്കിൽ പൈസ മേടിച്ചിട്ട് ഷോ നടത്തുന്ന ഒരുപാട് സ്ത്രീകൾ ഇൻസ്റ്റയിൽ തപ്പിയാലും യൂട്യൂബിൽ തപ്പിയാലും കിട്ടും. യൂട്യൂബിൽ ഒരു 10 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് കുറെ ടീംസ് ലൈവ് വരും, കശമൊക്കെ ചൊറിഞ്ഞുകൊണ്ട് മാക്സിയൊക്കെ ഇട്ട് അകത്തൊന്നും ഇടാതെ ലൈവ് വരും. അവരതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാര്യം എന്താ, അതെന്നും പറഞ്ഞിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വേറെ ചില ആളുകളുണ്ട്, ഞാൻ ഭയങ്കര പതിവ്രതയാണ്, ഞാൻ ഭയങ്കര പുണ്യാളത്തിയാണ് എന്ന് പറഞ്ഞ് വന്നിട്ട് ഇമാതിരി പരിപാടികൾ കാണിക്കുന്നത്. അങ്ങനെയുള്ള ടീംസിനെ എക്സ്പോസ് ചെയ്യുക തന്നെ വേണം. കൂടുതലൊന്നും എനിക്കതിനകത്ത് പറയില്ല. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ കമന്റ് ചെയ്യുക. വേറെ ഒരു വീഡിയോ ആയിട്ട് വരാം. അപ്പൊ ശരി, ബൈ.